വാർത്താമഴയിലേക്ക് വിശദമായി. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചതിൽ മൃതദേഹം ഏറ്റെടുക്കാതെ പ്രതിഷേധം തുടർന്ന് ബന്ധുക്കൾ. അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കാൻ ജില്ലാ കളക്ടർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ രാംനാരായണന്റെ കുടുംബം പ്രതിഷേധം തുടരുന്നത്. സൂരജ് സജി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഈ ചർച്ചയിൽ ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമായല്ലോ. ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ എന്താണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്, സൂരജ്? ഉന്മേഷ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഛത്തീസ്ഗഡിൽ നിന്ന് രാംനാരായണന്റെ കുടുംബം തൃശ്ശൂരിലെത്തിയത്. മോർച്ചറിയിലെത്തി മൃതദേഹം കണ്ടെടുത്ത ശേഷം ഈ നഷ്ടപരിഹാരവും അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങളും കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. ഇത് സമവായമായാൽ മാത്രമേ മൃതദേഹം ഏറ്റെടുക്കൂ എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിരുന്നത്. തുടർന്ന് പാലക്കാട് RDO എത്തി രാത്രിയോടുകൂടി ഇവരുമായി ചർച്ച നടത്തി. ഈ ചർച്ചയിൽ 10 ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരം നൽകാമെന്ന് RDO ഉറപ്പു നൽകുകയും ചെയ്തു. SC/ST അക്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കാം, അതോടൊപ്പം തന്നെ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ വകുപ്പുകൾ ചുമത്താം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ ഈ ധനസഹായം സംബന്ധിച്ച് ഔദ്യോഗികമായി ഇതുവരെയും ഒരു ഉത്തരവ് പുറത്തിറക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നില്ല. അവർ പറയുന്നത് ഇതിനകത്ത് മന്ത്രിസഭാ യോഗം കൂടിയാണ് അതിൽ അന്തിമ ഒരു തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല, തങ്ങൾക്ക് ശുപാർശ മാത്രമാണ് നൽകാൻ കഴിയുക എന്നുള്ളതാണ് ജില്ലാ ഭരണം ഇത് സംബന്ധിച്ച് ഇപ്പോൾ കുടുംബത്തെ അറിയിക്കുന്ന കാര്യങ്ങൾ. കുടുംബമാകട്ടെ ഈ ധനസഹായം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ തങ്ങൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യുകയുള്ളൂ എന്ന് അവരും അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ തൃശൂർ മോർച്ചറിക്ക് മുന്നിൽ വലിയ പ്രതിഷേധം ആയി കുടുംബം അവിടെ തന്നെ ഇരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഉന്മേഷ്, ശരി. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ തൃശൂരിൽ നിന്ന്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ CPIM RP ശിവജി മേയർ സ്ഥാനാർത്ഥിയാകും. മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ശ്രീജിത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് CPIM തീരുമാനം? ശിവജി, ഉന്മേഷ്, ഇന്ന് ചേർന്ന CPIMന്റെ ജില്ലാ സെക്രട്ടറി യോഗത്തിലാണ് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന തീരുമാനമെടുത്തത്. മത്സരിക്കാതെ മാറി നിന്നാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിലയിരുത്തലാണ് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. BJPക്ക് ഇപ്പോഴും കേവല ഭൂരിപക്ഷമില്ല, 50 സീറ്റുകൾ മാത്രമാണ് അവർക്കുള്ളത്. ഈ 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ, ആരുടെയെങ്കിലും ഒരാളുടെ പിന്തുണ ആർജിച്ചാൽ മാത്രമേ അവർക്ക് കേവല ഭൂരിപക്ഷമുള്ളൂ. ഇതുവരെ സ്വതന്ത്രന്മാരാരും അവർ പിന്തുണ പ്രഖ്യാപിച്ചതായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുമില്ല. അത് ഈ സാഹചര്യത്തിലാണ് മത്സരിക്കണമെന്നുള്ള തീരുമാനം CPIM ജില്ലാ സെക്രട്ടറി എടുത്തത്. CPIMന്റെ നഗരസഭയിലെ കക്ഷി നേതാവായി നിശ്ചയിച്ച പുന്നയ്ക്കാമുകളിലുള്ള വാർഡിൽ പ്രതികരിക്കുന്ന RP ശിവജി ആയിരിക്കും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുക. എന്തായാലും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള തീരുമാനം CPIM എടുത്തു കഴിഞ്ഞു. കോൺഗ്രസ് അടക്കമുള്ളവർ സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന കാര്യം കൂടി ഇതിലൂടെ വ്യക്തമാകുമെന്നാണ് CPIM കാണുന്നത്. ശരി. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. തോൽവിക്ക് കാരണം സംഘടനാ വീഴ്ച എന്ന് CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് കാരണം സംഘടനാ വീഴ്ച എന്ന വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് എത്തുന്നത്. പല വാർഡുകളും ജയിച്ചെന്ന പ്രതീതി ഉണ്ടാക്കി പ്രവർത്തനം ഉഴപ്പി എന്ന വിമർശനം യോഗത്തിൽ ഉണ്ടായി. മനീഷ് മുഹിവാൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, എന്താണ് വീഴ്ചയുടെ കാരണമായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? ഉന്മേഷ്, 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടതുപക്ഷത്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടമാകുന്നത്. നേരത്തെ പാർട്ടി വ്യക്തമാക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് LDFനാണ്. പക്ഷേ അത് പല വാർഡുകളിലും വിജയത്തിലേക്ക് എത്തിയില്ല. നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തിയ ശേഷം അത് മേൽക്കമ്മിറ്റിയിലേക്ക് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടത്. അതേ തുടർന്ന് ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശനും പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിൽ പാർട്ടിയുടെ വിലയിരുത്തലുണ്ടായത്. പല വാർഡുകളിലും വേണ്ടപ്പെട്ട, അതായത് ഓരോ വാർഡുകളിലും ഓരോ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പല ഏരിയ കമ്മിറ്റി അംഗങ്ങളും കൃത്യമായ വാർഡുകളിൽ പ്രവർത്തിച്ചില്ല. പല വാർഡുകളും ജയിച്ചെന്നുറപ്പിച്ചു. അതായത് പല വാർഡുകളിലും അമിതമായ ആത്മവിശ്വാസം ഉണ്ടായ ശേഷം മറ്റു വാർഡുകളിലേക്ക് പ്രചരണം മാറ്റി. ഒപ്പം തന്നെ ഈ പല വാർഡുകളും ജയിച്ചെന്ന് പ്രതീതി ഉണ്ടാക്കി പ്രവർത്തനം ഉഴപ്പി എന്ന വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. സ്വന്തം വാർഡ് ഉപേക്ഷിച്ച് മറ്റു വാർഡുകളിൽ പ്രവർത്തനത്തിന് പോയി. ഈ ഘട്ടത്തിൽ വിഭാഗീയ പ്രവർത്തനം നടന്നിട്ടുണ്ട് എന്ന് പാർട്ടി വിലയിരുത്തുന്നില്ല. പക്ഷേ അമിതമായ ആത്മവിശ്വാസം പലയിടങ്ങളിൽ ഉണ്ടായും. ഒപ്പം തന്നെ കൃത്യമായി കൊടുത്ത ഉത്തരവാദിത്വവും കൃത്യമായി കൊടുത്ത ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ ചുമതലയും ബന്ധപ്പെട്ട ആളുകൾ നടത്തിയില്ല. നേരത്തെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി V ജോയിയുമായി കഴിഞ്ഞ ഒരു കമ്മിറ്റിയിൽ വെച്ച് തന്നെ വലിയ രീതിയിലുള്ള വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഈ സംഘടനാപരമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വേണ്ട വിധത്തിലുള്ള സംഘാടനം നടത്തുന്നില്ല. അങ്ങനെ സംഘടനാപരമായ വീഴ്ച തന്നെയാണ്
കോർപ്പറേഷനിലെ വലിയ തോൽവിക്ക് കാരണം 29 സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത്. ഒപ്പം തന്നെ സഖ്യകക്ഷികൾക്കും കൃത്യമായി ഇടപെടൽ നടത്തി വിജയം ഉറപ്പിക്കാനായില്ല. നേരത്തെ ആര്യ രാജേന്ദ്രന്റെ ഒരു ഇടപെടലാണ്, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രന്റെ ഒരു ഫാക്ടറാണ് തോൽവിക്ക് കാരണമെന്ന വിമർശനം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആര്യ രാജേന്ദ്രൻ ഒരു ഫാക്ടർ ശരി മനീഷ്, ഏതായാലും സംഘടനാ വീഴ്ചകളിലേക്ക് അതാണ് തോൽവിയുടെ കാരണമെന്നുള്ള നിഗമനത്തിലേക്ക് CPIM എത്തുന്നു. തിരുവനന്തപുരത്ത് മനീഷ് മക്ബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 10-ന് ത്രിതല പഞ്ചായത്ത് നഗരസഭാംഗങ്ങളും 11-ക്ക് കോർപ്പറേഷൻ കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണസമിതികളുടെ ആദ്യ യോഗവും ചേർന്നു. മിക്കയിടത്തും വൻ ആഹ്ലാദ പ്രകടനത്തോടെയാണ് അതത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗം മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. AK ഹഫീസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പലയിടത്തും UDF അംഗങ്ങൾ ഭരണഘടനയേന്തി സത്യപ്രതിജ്ഞ ചെയ്തു. അയ്യപ്പന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തവരും സത്യവാചകത്തിന് ശേഷം ശരണം വിളിച്ചവരുമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അംഗം കരമന അജിത്തിന്റെ സത്യപ്രതിജ്ഞ സംസ്കൃതത്തിലായിരുന്നു. തിരുവനന്തപുരം മഹാനഗരപാലികായാः സദസ്യത്വേന നിർവാചിതാः കരമന അജിത്. കാസർഗോഡ് ദേലമ്പാടി പഞ്ചായത്തിൽ സ്വതന്ത്രനെ പിന്തുണച്ച് കോൺഗ്രസും BJPയും മുദ്രാവാക്യം വിളിച്ചത് കൗതുകമായി. CPIM വിമതനായി മത്സരിച്ച മുൻ ലോക്കൽ സെക്രട്ടറി രത്തൻകുമാറിനായാണ് മുദ്രാവാക്യം. രത്തൻകുമാർ മത്സരിച്ച വാർഡിൽ കോൺഗ്രസും BJPയും സ്ഥാനാർത്ഥികളെ പിൻവലിച്ചിരുന്നു. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു ആദ്യ ഭരണസമിതി യോഗം. മേയർ, നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയാണ്. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാർ ആരെന്ന് ശനിയാഴ്ചയറിയാം. സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ തൃശൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ സരിത പ്രഭാകരൻ എന്ന അംഗം കുഴഞ്ഞു വീണു. ആലപ്പുഴ കണ്ടല്ലൂർ പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ CPIM പ്രവർത്തകൻ കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ടല്ലൂർ സ്വദേശി മനോഹരൻ പിള്ളയാണ് മരിച്ചത്. 24 കൊച്ചി. വാർത്താമഴയിലേക്ക് തിരികെ. ശ്രീനിവാസൻ ഇതി ഓർമ്മ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കാലത്തെ അതിജീവിക്കുന്ന ചിരിയും ചിന്തയും ബാക്കിയാക്കി ശ്രീനിവാസൻ ഓർമ്മയിലേക്ക് മറഞ്ഞു. എറണാകുളം കണ്ടനാട്ട് വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. സാംസ്കാരിക മേഖലയെ സമ്പന്നമാക്കിയ അതുല്യ പ്രതിഭയ്ക്ക് കണ്ണീരോടെ കലാകേരളം വിട നൽകി. രാമ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. സിനിമയിലും ജീവിതത്തിലും ചിന്തയുടെയും നർമ്മത്തിന്റെയും മറ്റൊരു ഭൂഗോളം തീർത്ത പ്രതിഭ ഇനി നിത്യമായ ഓർമ്മ. വൻ ജനാവലിയെ സാക്ഷിയാക്കി ഓർമ്മകളുടെ ലോകത്തേക്ക് ശ്രീനിവാസൻ യാത്രയായി. ജീവിത വഴിയിൽ എന്നും താങ്ങും തണലുമായിരുന്ന ഭാര്യ വിമല പ്രിയതമന് അന്ത്യയാത്രാമൊഴി നൽകിയത് ചുറ്റുമുള്ളവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. നിറമിഴികളോടെ മക്കളായ വിനീതും ധ്യാനും കൊച്ചുമകനും. മുഷ്ടി ചുരുട്ടി ധ്യാനിന്റെ അന്ത്യാഭിവാദ്യം. വിനീതാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്.
സിനിമാ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ ഇന്നും വസതിയായ പാലാഴിയിലേക്കെത്തിയത് ആയിരക്കണക്കിനു പേർ. ഇടത്തരക്കാരന്റെ വിഹ്വലതകൾ അവതരിപ്പിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായി മടക്കം. ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധ്യേ. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെയും പങ്ക് വിവരിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട്. പ്രതികളിൽ നിന്നും സ്വർണം കണ്ടെടുത്തെന്നും കുറ്റം മറയ്ക്കുന്നതിൽ ഇവർക്ക് പങ്കുണ്ട് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരെ കേസിലുടൻ ചോദ്യം ചെയ്യും. അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവർക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിലും കൃത്യം മറയ്ക്കുന്നതിലും പങ്കുണ്ടെന്നാണ് SIT കണ്ടെത്തൽ. രണ്ടുപേരിൽ നിന്നും സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ 150 ഗ്രാം പണിക്കൂലിയായി വാങ്ങിയെന്നാണ് വിലയിരുത്തൽ. ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നും 470 ഗ്രാം സ്വർണവും കണ്ടെത്തി. സ്വർണം കയ്യിൽ കിട്ടിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും പരിഹാരമായി ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ അന്നദാനത്തിനും മാളികപ്പുറത്ത് മാല വാങ്ങാനുമായി 20 ലക്ഷം രൂപ നൽകിയാൽ മതിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതായി ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുണ്ട്. പണം നൽകിയതിന്റെ തെളിവുകളും ഗോവർദ്ധൻ SITക്ക് നൽകി. സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ കൈവശമെത്തിച്ച കൽപേഷിനെ വീണ്ടും ചോദ്യം ചെയ്യും. കൊള്ളയടിച്ച സ്വർണം ആർക്കൊക്കെ കൈമാറിയെന്നതിൽ വ്യക്തതയുണ്ടാക്കാൻ ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാനും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്ക് ദേവസ്വം ജീവനക്കാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും. ഉന്നതരുടെ പങ്കിനെക്കുറിച്ച് SIT അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ്, വിജയകുമാർ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. In another world, an element is born. Introducing the Phantom Black Edition by Grand Vitara. Nexa. In another world, an element is born. ഇനിയും ശബരിമല വാർത്തയിലേക്കാണ്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. co-sponsored by BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ മണ്ഡലപൂജ ഈ മാസം 27 രാവിലെ 10:10 11:00 ഇടയിൽ നടക്കും. പൂജയോടനുബന്ധിച്ചുള്ള ദീപാരാധന 11:30 പൂർത്തിയാകും. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്തുവാനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര മറ്റന്നാൾ രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ഡിസംബർ 26 വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് ശബരിമല സന്നിധാനത്തെത്തും. അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി 6:30 ദീപാരാധന നടക്കും. ശബരിമലയിൽ ഇന്ന് വൈകിട്ട് 6 മണി വരെ ദർശനം നടത്തിയവരുടെ എണ്ണം 53,000 കടന്നു. വാർത്താമഴയിലേക്ക് തിരികെ. തിരുവനന്തപുരം ദൈവപ്പുരയിൽ അനധികൃത വൈദ്യുത വേലിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു. ദൈവപ്പുര സ്വദേശി വിൽസൺ ആണ് മരിച്ചത്. മൃതദേഹം ഇപ്പോഴും വൈദ്യുത വേലിയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ്. റിനു ശ്രീധറുണ്ട് തിരുവനന്തപുരത്തുനിന്ന് വിശദാംശങ്ങളുമായി. റിനു, വിവരങ്ങൾ. ഉന്മേഷ്, അല്പസമയം മുമ്പാണ് ഈ സംഭവം പുറത്തറിയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ദൈവപുര സ്വദേശി, പാലോട് ദൈവപുര സ്വദേശിയായിട്ടുള്ള വിൽസൺ ആടിന് തീറ്റ തേടി വീടിന് സമീപത്തെ പുരയിടത്തിലേക്ക് പോയത്. ദൈവപുര ഇക്ബാൽ കോളേജിന് തൊട്ട് പുറകിലുള്ള പുരയിടത്തിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. ഇദ്ദേഹത്തെ ഉച്ച മുതൽ ഈ തീറ്റ തേടി പോയതിനു ശേഷം കാണുവാനില്ലാതിരുന്നു. വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരും തുടർന്ന് ഇദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങി. വൈകുന്നേരത്തോടു കൂടിയാണ്, ഏകദേശം 7 മണിയോടുകൂടിയാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു കമ്പിവേലിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ കണ്ടെത്തുന്നത്. തുടർന്ന് നാട്ടുകാരടക്കം എത്തി പരിശോധിച്ചപ്പോഴാണ് അനധികൃതമായിട്ടുള്ള വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചു എന്നുള്ള വിവരം മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും പാലോട് പോലീസ് ഇപ്പോൾ നിലവിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഈ മൃതദേഹം ഈ കമ്പിവേലിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ആണ്. ഈ സ്ഥല ഉടമ കൃഷി ആവശ്യത്തിന് വേണ്ടി വന്യമൃഗങ്ങളിൽ നിന്ന് ഈ കൃഷിഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വൈദ്യുത ലൈൻ അനധികൃതമായി സ്ഥാപിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിലവിൽ ഇപ്പോൾ പാലോട് പോലീസും അതുപോലെ തന്നെ പെരിങ്ങമല KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഉന്മേഷ്, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വടകരയിൽ കൊലവിളി മുദ്രാവാക്യവുമായി SDP മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ കൈയും കാലും വെട്ടുമെന്നും കൊലപ്പെടുത്തും എന്നുമാണ് ഭീഷണി. ലീഗ് നേതൃത്വം പോലീസിൽ പരാതി നൽകി.
സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, വിവരങ്ങൾ. ഉന്മേഷ്, കോഴിക്കോട് വടകരയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. SDPI പ്രവർത്തകരാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളിക്കുന്നത്. കൊന്നുകളയും, കയ്യും കാലും വെട്ടിയെടുക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മുദ്രാവാക്യത്തിലുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ ഒരു സംഘർഷം SDPI ലീഗ് പ്രവർത്തകർ തമ്മിൽ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ കയറി അക്രമമുണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ട് ലീഗ് പ്രവർത്തകനും അതുപോലെ അവരുടെ മാതാവിനും പരിക്കേറ്റിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ചോമ്പാല പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അഴിയൂരിലായിരുന്നു ആ സംഭവം. അതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രകോപനപരമായിട്ടുള്ള ഇത്തരം ഈ കുന്നുകളയും അതുപോലെ കൈയും കാലും വെട്ടിയെടുക്കും തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ SDPI പ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലീഗ് നേതാക്കൾ ഇത് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. വടകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഉന്മേഷ്. സമീർ സിംഹമാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ പൂർത്തിയാകുന്നു. നമസ്കാരം.